2025 നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമാണിപ്പോൾ. മാർച്ച് 7-ാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ളത്. എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പെട്ടെന്ന് പറയുന്നത്. സോ ഈ വീഡിയോ നീറ്റ് ആസ്പിറൻസ് ആയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഫോട്ടോഗ്രാഫിന്റെ കാര്യമാണ്. ഫോട്ടോഗ്രാഫ് നമ്മുടെ ഫോട്ടോ പാസ്പോർട്ട് സൈസിലും അതുപോലെ തന്നെ പോസ്റ്റ് കാർഡ് സൈസിലും 2 സൈസിലും ഫോട്ടോഗ്രാഫ് നമുക്ക് നിർബന്ധമായിട്ടും വേണം. ഓൺ ഓർ ആഫ്റ്റർ 1st January 2025 ശേഷമുള്ള ജനുവരി 1 ശേഷമുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. JPEG ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. 10 KB to 200 KB ഇതിനിടയിലുള്ള സൈസിലായിരിക്കണം ഫയൽ സൈസ് ഉണ്ടായിരിക്കേണ്ടത്. റീസെന്റ് ഫോട്ടോഗ്രാഫ് ഷുഡ് ബി ഇൻ കളർ വിത്ത് 80% ഫേസ് വിത്തൗട്ട് മാസ്ക് വിസിബിൾ ഇൻക്ലൂഡിംഗ് ഇയേഴ്സ് അഗെയിൻസ്റ്റ് എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. സോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം ഇയേഴ്സ് വിസിബിൾ ആയിട്ട് 80% ഫേസ് കാണുന്ന രൂപത്തിൽ മാസ്ക് ഇല്ലാതെയാണ് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. ഏകദേശം ഇതുപോലെയാണ് ഫോട്ടോഗ്രാഫ് വേണ്ടത്. ഗേൾസ് ആണെങ്കിൽ കൂടെ ഇയേഴ്സ് കണ്ടുകൊണ്ടായിരിക്കണം ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടത്. പോസ്റ്റ് കാർഡ് സൈസിന്റെ സൈസാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. 6 ഇഞ്ചും 4 ഇഞ്ചും പാസ്പോർട്ട് സൈസിലും പോസ്റ്റ് കാർഡ് സൈസിലും 2 സൈസിലും നമ്മുടെ ഫോട്ടോഗ്രാഫ് റെഡിലി അവൈലബിൾ ആയിട്ട് കയ്യിൽ വെച്ചിട്ട് വേണം അപ്ലിക്കേഷൻ നമ്മൾ തുടങ്ങേണ്ടത്. ഇനി നെക്സ്റ്റ് വൺ സിഗ്നേച്ചറിന്റെ കാര്യത്തിലാണെങ്കിൽ JPEG ഫോർമാറ്റിൽ 10 KB to 50 KB 10 KBയുടെയും 50 KBയുടെ ഇടയിലായിരിക്കണം സിഗ്നേച്ചറിന്റെ സൈസ് ആയിട്ടുള്ളത്, ഫയൽ സൈസ് ആയിട്ടുള്ളത്. അതും JPEG ഫോർമാറ്റിലാണ് വേണ്ടത്. ഇനി സിഗ്നേച്ചർ നമ്മൾ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം ആക്സെപ്റ്റബിൾ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു റെക്ടാങ്കുലർ ബോക്സിന്റെ ഉള്ളിൽ കൃത്യമായിട്ട് സിഗ്നേച്ചർ കാണുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതേസമയം അൺആക്സെപ്റ്റബിൾ സിഗ്നേച്ചർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും സിഗ്നേച്ചറിന് അതർ ദാൻ ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്ക്, നീല കളറിലോ കറുപ്പ് കളറിലോ അല്ലാത്ത ബാക്കി ഏതെങ്കിലും കളേഴ്സിൽ ഇങ്ക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഇൻവാലിഡ് ആണ്, അത് ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഇനി ഈ ബോക്സിന്റെ ഔട്ട്സൈഡ് ആയിട്ടാണ് നമ്മൾ സൈൻ ചെയ്യുന്നതെങ്കിൽ അപ്പോഴും നമ്മുടെ സിഗ്നേച്ചർ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഇനി സിഗ്നേച്ചർ സ്മാളർ ഇൻ സൈസ്, ചെറിയ സൈസിലാണ് നമ്മൾ സൈൻ ചെയ്യുന്നതെങ്കിൽ അതും ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. സിഗ്നേച്ചർ അക്രോസ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോക്സ്, ഇനി ബോക്സിന്റെ മുകളിൽ കൂടിയോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആയിട്ടൊക്കെ സൈൻ ചെയ്യുമ്പോഴും അതും ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. സിഗ്നേച്ചർ ഇൻ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് സിഗ്നേച്ചർ ഉള്ളതെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. സിഗ്നേച്ചർ ഇൻ ടൈപ്പിംഗ്, നമ്മൾ നോർമലായിട്ട് ടൈപ്പ് ചെയ്യുന്ന പോലെയാണ് സിഗ്നേച്ചർ ഉള്ളതെങ്കിൽ അതും ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. സിഗ്നേച്ചർ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സിലുള്ള സിഗ്നേച്ചറും ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഇനി സിഗ്നേച്ചർ ഇനീഷ്യൽസിൽ മാത്രമുള്ള 2 ലെറ്റേഴ്സ് സിംഗിൾ ലെറ്ററിലൊക്കെ ഉള്ള സിഗ്നേച്ചേഴ്സും ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് നീറ്റിന്റെ പ്രോസ്പെക്ടസിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി തമ്പ് ഇംപ്രഷൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സിന്റെ തമ്പ് ഇംപ്രഷൻസ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ്സിന്റെ 10 വിരലുകളുടെയും നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വിരലുകളുടെയും തമ്പ് ഇംപ്രഷൻസ് നിർബന്ധമായിട്ടും വേണം. സ്കാൻ ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ആൻഡ് തമ്പ് ഇംപ്രഷൻസ് JPEG ഫോർമാറ്റ് 10 KB to 200 KB ഇതിനിടയിലായിരിക്കണം നമ്മുടെ ഫയൽ സൈസ് ഉണ്ടായിരിക്കേണ്ടത്. ഫയൽ സൈസ് കൃത്യമായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫയൽ സൈസിൽ അല്ല എങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ റെഡിലി അവൈലബിൾ ആയിട്ട് ശേഷം മാത്രം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി കാറ്റഗറി സർട്ടിഫിക്കറ്റ് വളരെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. കാറ്റഗറി സർട്ടിഫിക്കറ്റ് OBC കാറ്റഗറി ആളുകൾക്ക് NCL സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക്, EWS കാറ്റഗറി പെടുന്ന ആളുകൾക്ക് സർട്ടിഫിക്കറ്റ്, UDID ഡിഫറെന്റ്ലി ആബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് UDID സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട്. SC ST കാറ്റഗറിയിൽ ഉള്ള കുട്ടികൾക്ക് SC ST സർട്ടിഫിക്കറ്റ് ഒക്കെ ആവട്ടെ. ഇതൊക്കെ താലൂക്കിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന NCL തന്നെ ആയിരിക്കണം. NCLന്റെ കേസിൽ താലൂക്കിൽ നിന്ന്, EWSന്റെ കേസിലൊക്കെ താലൂക്കിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. സോ നിങ്ങൾ ഇതിൽ ഡിഫറെന്റ്ലി ആബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് UDID സർട്ടിഫിക്കറ്റ് പ്രത്യേകം ഇവിടെ കാണാൻ പറ്റും. UDIDയും അതുപോലെ തന്നെ PWD സർട്ടിഫിക്കറ്റ്, PWBD സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ശേഷം നമ്മൾ പറയുന്നുണ്ട്. ബെഞ്ച് മാർക്ക് ഡിഫറെന്റ്ലി ആബിൾഡ് ആയിട്ടുള്ള ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഗവൺമെന്റ് നേരിട്ട് ഇഷ്യൂ ചെയ്യുന്ന സീരിയസ് ആയിട്ടുള്ള ആളുകൾക്ക്, സീരിയസ്ലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. എല്ലാ ഡിഫറെന്റ്ലി ആബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് UDID സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അത്തരം കാറ്റഗറി റിസർവേഷൻ അവൈൽ ചെയ്യുന്ന ആളുകൾ. ഇനി PDF ഫോർമാറ്റിലാണ് ഇതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത്. 50 KB to 300 KB ആണ് മാക്സിമം സൈസ് ആയിട്ടുള്ളത്, 50 KB ആണ് മിനിമം ഫയൽ സൈസ് ആയിട്ടുള്ളത്. ഇനി അഡ്രസ് പ്രൂഫ്, പ്രസന്റ് ആൻഡ് പെർമനന്റ് അഡ്രസ് പ്രൂഫ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. PDF ഫോർമാറ്റിലാണ് കൊടുക്കേണ്ടത്. അതിന്റെ സൈസും 50 to 300 KB ആണ്. ഐഡന്റിറ്റി പ്രൂഫിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ JPEG ഫോർമാറ്റിൽ 10 KB to 200 KBയുടെ സൈസിലാണ് വേണ്ടത്. ID പ്രൂഫിന്റെ കാര്യം പറയുന്ന സമയത്ത് ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ആളുകൾക്ക്, NRI സ്റ്റുഡൻസിനൊക്കെ ഒരുപക്ഷെ ആധാർ കാർഡ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ആധാർ വെച്ചിട്ടാണ് ഇന്ത്യയിലുള്ള ആളുകളൊക്കെ
ആധാർ ID വെച്ചിട്ട് നമ്മൾ ID പ്രൂഫായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വോട്ടർ IDയോ ഇനി 12th പാസ് മാർക്ക് പെർസെൻറ്റേജ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വെച്ചിട്ടോ ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി NRI സ്റ്റുഡൻസിനെ ഈ പറഞ്ഞ പോലെ തന്നെ ആധാർ കാർഡ് ഇല്ല എങ്കിൽ അവർക്ക് പാസ്പോർട്ട് വെച്ചിട്ട് ID കാർഡ് പ്രൂഫായിട്ട് കാണിക്കാവുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട സംഗതിയാണ്. നേരത്തെ പറഞ്ഞ PWBD പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസാബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന സൈസിൽ ആ ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി ക്ലാസ് 10th മാർക്ക് ഷീറ്റ്, ക്ലാസ് 10th പാസിംഗ് സർട്ടിഫിക്കറ്റ് CBSE ബോർഡിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബോർഡിലെ ആളുകൾക്ക് ഇത്തരത്തിൽ 2 സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് എങ്കിൽ പാസ് മാർക്ക് സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ് 2 ഉണ്ടെങ്കിൽ 2ഉം കയ്യിൽ കരുതേണ്ടതാണ്. മേ ബി ചില ബോർഡുകളിൽ സിംഗിൾ സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും 10ാം ക്ലാസ്സിൽ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഉള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കണം. 50 to 300 KB സൈസ് ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഡോക്യുമെന്റ് പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ്, കാൻഡിഡേറ്റ്സ് ഹൂസ് നാഷണാലിറ്റീസ് നോൺ റെസിഡന്റ് ഇന്ത്യ, NRI ആയിട്ടുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾ, OCA ആയിട്ടുള്ള കുട്ടികൾക്ക്, ഫോറിൻ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്യുമെന്റ് പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് നിർബന്ധമായിട്ടും കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൂടെ നീറ്റിന്റെ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് ചെയ്യാൻ കാരണം ഈ അപ്ലൈ ചെയ്യുന്ന സമയമാണ്. കുറെ കുട്ടികൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ള കാര്യത്തിൽ കുറെ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ടും നീറ്റ് ഇപ്രാവശ്യം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് ചാനൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ചാനൽ ഫോളോ ചെയ്യാം. താങ്ക് യു.